ഹലോ ഗേസ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റതാ ലക്ഷ്മൻ്റെ അടുത്ത് വന്ന് കിടപ്പാണ് ഞാൻ. ആൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവനായിട്ട് ബെഡിൽ തന്നെ ഇരുന്ന് കളിയാണ്. പിന്നെ അമ്മ ഉണ്ട് ഇന്ന് വീട്ടിൽ. രാവിലത്തെ പണികളൊക്കെ മെല്ലെ മെല്ലെ ചെയ്ത് വെച്ചാൽ ആർക്കും തിരക്കും കാര്യങ്ങളൊന്നുമില്ല അങ്ങോട്ട് പോകാനൊന്നും. പിന്നെ ഓൾറെഡി ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ. എണീറ്റ് വന്ന് അടുക്കളയിൽ നോക്കിയപ്പോൾ അമ്മ താണ്ടെ പത്തിരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മോട് പറഞ്ഞു അടുക്കള കാര്യം നോക്കിക്കോളാം, അമ്മയ്ക്ക് ചെയ്യാനുള്ള ചെയ്ത് വെച്ചു എന്ന്. അപ്പം ഞാനിതാ അമ്മ പത്തിരി വേഗം പരത്തി, ബാക്കി കുറച്ചുണ്ടായിരുന്നുള്ളൂ, ബാക്കി നീ ചെയ്തെന്ന് പറഞ്ഞിട്ട് അമ്മ അലക്കാനൊക്കെ വേണ്ടി പോയി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ പ്രസ്സിൽ പരത്തി വെച്ചിട്ട് ഇതാ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്രാവശ്യം ലക്കിമോൻ്റെ പിറന്നാളിന് പായസം ഒന്നും വെക്കാൻ പറ്റില്ല. ആ കോഴിക്കോടൻ ആ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരം ഒത്തിരി ആയിരുന്നു. പിന്നെ കേക്കൊക്കെ കഴിച്ച് മത്തിൽ കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, സേമിയയും പാലും ഒക്കെ. പക്ഷെ ഉണ്ടാക്കാനുള്ളൊരു മൂഡ് കിട്ടിയില്ല, എല്ലാവരും കേക്ക് കഴിച്ച മത്തിലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇന്നിപ്പോൾ ഓൾറെഡി അമ്മയ്ക്ക് ലീവ് ആയതുകൊണ്ട് അമ്മ പായസം വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് വറുത്ത് കൊടുത്തു, നെയ്യിലിട്ടിട്ട് വറുത്തിട്ട് ഇതങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഉണ്ടാക്കുന്നത് സേമിയാണ്. നമുക്ക് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല, എളുപ്പത്തിൽ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കി എടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ അത് വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ചായയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലക്കും കൂടിയിട്ട് മറത്തിരിക്കുകയാണ്. ഇത് പളനിയിൽ നിന്ന് പാപ്പന്മാർ ചെക്കനെ കൊണ്ടുവന്ന കേട്ടോ 2 ടോയ്സ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അവൻ കളിയിലാണ്. ഇവനൊരു സ്വഭാവമുണ്ട്, എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വണ്ടി ഇതുപോലെ ടോയ്സ് കൊടുക്കുമ്പോൾ വല്ല സ്ക്രൂവോ ചക്രമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഊരി വയ്ക്കും. ആ ഊരി വെച്ചത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരും നേരാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്കത് നേരാക്കാൻ പറ്റിയില്ല. അതിന് എന്നെ കുറേ ചീത്ത പറഞ്ഞു. അവൻ്റെ മുഖം കണ്ട ദേഷ്യം പിടിച്ചിട്ട് എന്നെ കുറേ തല്ലൊക്കെ ചെയ്തു. എന്നാൽ പോട്ടെ, ആ ദേഷ്യം മാറ്റാന്ന് വെച്ചിട്ട് വീട്ടിൽ കുറച്ച് മൂസമ്പി ഇരിപ്പുണ്ടായിരുന്നു, ഓറഞ്ചൊക്കെ. അപ്പം ഞാനതൊക്കെ എടുത്തിട്ട് അവന് പാലിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴാണ് പാപ്പൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇവരിപ്പം വന്നു എന്ന് പറഞ്ഞൊരു വരവാണ്. എന്നിട്ട് ഇവനായിട്ട് പോവും അവരെ വീട്ടിലേക്ക്, പാപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ആളെന്നെ കൊണ്ടുവന്നേരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഇവനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് ചെറുതായിട്ടൊരു കാക്കക്കൂടി അങ്ങ് പാസ്സാക്കി അവരെ കൂടെ പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ അവരോട് ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് നേരത്തെ തിരിച്ച് വീട്ടിൽ പോകണം, ഏട്ടൻ്റെ വീട്ടിൽ പോകണം. അവിടെ ചെറിയൊരു വയറ് കാണൽ ചടങ്ങുണ്ട്. ഞാനും നാത്തൂമാരും മാത്രം കേട്ടോ പോകുന്നുള്ളൂ. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവർ വേഗം തിരിച്ചു കൊണ്ടുവന്നൊക്കെ ഞാൻ പറയുന്നത്. വന്നു കഴിഞ്ഞാൽ ലക്കിക്ക് അച്ഛനിട്ടിട്ടൊരു ചുട്ടിക്കലാണ്. ലെഗ് പീസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛനിട്ട് ഭയങ്കര വാശി പിടിക്കാറുണ്ട്. അപ്പോൾ പ്രാവശ്യം വന്നപ്പോൾ അവന് സ്പെഷ്യലൊന്നും വാങ്ങി കൊടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരുമ്പോണ്ട് ചിക്കൻ ബിരിയാണി ആയിട്ട് വരുന്നു. അവന് മാത്രമല്ല എനിക്കും അമ്മയ്ക്കുണ്ട്. പക്ഷെ കൊണ്ടുവന്നപ്പോൾ ആളില്ലല്ലോ കഴിക്കാൻ, പാപ്പൻ്റെ വീട്ടിൽ പോയില്ല. അപ്പോൾ അവനുള്ളത് മാറ്റി വെച്ചിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് കഴിച്ചു. നല്ല നാരങ്ങച്ചാറും കച്ചമ്പറൊക്കെ കൂട്ടിയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ചെറിയ രീതിക്കൊന്ന് ഉറങ്ങി എണീറ്റിട്ട്. ബിരിയാണി കഴിച്ചാൽ അത് പതിവാണ്, ചെറുതായിട്ടൊരു മയക്കം. അങ്ങനെ മയക്കം കഴിഞ്ഞ് എണീറ്റ് വന്നിട്ട് ലക്കിനെ കാത്ത് വെക്കുകയാണ്. അവനിപ്പോൾ വരും. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പാപ്പൻ്റെ വീട്ടിൽ ബാക്കിൽ ഏനാമ്പഴം എന്ന് പറയും, ഞങ്ങളെ സൈഡിലൊക്കെ എങ്ങനെയായിട്ട് പറയാം, മറ്റുള്ള സ്ഥലത്ത് എന്താ പറയാന്നറിയില്ല, അത് മുറിച്ച് കൊണ്ടുവന്നു. എനിക്ക് ഇങ്ങനത്തെ ഫ്രൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൻപുറത്തുണ്ടാവില്ലേ അങ്ങനത്തെ ഞാവൽപ്പഴം മോഡൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേഗം ഏട്ടൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇക്രമോൻ സൈക്കിളൊക്കെ ചവിട്ടി കളിക്കുന്നുണ്ട്. ഞാനും നാത്തുമാരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ഞാനാണ് ആദ്യം മാറ്റിയത് കേട്ടോ. അപ്പോൾ പക്ഷേ ഡ്രസ്സ് മാറ്റി വന്നപ്പോൾ ഞങ്ങൾ 3 പേരും ഒരേ കളറായിരുന്നു, ആഷ് കളറായിരുന്നു ഞങ്ങൾ 3 പേരും. ഇപ്പോൾ അവിടെ പോയാൽ മറ്റു ചേച്ചിമാരൊക്കെ പറയും ഞങ്ങൾ പറഞ്ഞൊപ്പിച്ച് വന്നതെന്ന്. ആദ്യം ഞങ്ങൾ പോയതേ എൻ്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് നമ്മൾ ലൈബ്രറിക്ക് ഒരു ബുക്ക് കൊടുക്കും. ഇക്രോനും കമ്മണിയും സെയിം സ്കൂളിൽ തന്നെയായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സ്കൂളിലേക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന കാര്യമൊന്നും അവർക്ക് മിസ്സുമാർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഓരോ കോൺട്രിബ്യൂഷനും ഇതുപോലെ ലൈബ്രറിക്ക് കൊടുക്കുന്നതും അതുപോലെ ചെടികളൊക്കെ കൊടുക്കുന്നതൊക്കെ അവർ നല്ലോണം പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളൊരു ബീർബറിൻ്റെ ഒരു ബുക്ക് വാങ്ങി. പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഈ കേക്കിൻ്റെ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു കട, ചോക്ലേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അവളുടെ ഫ്രണ്ട്സിനും അതുപോലെ വീടിന് ചുറ്റുമുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ചേച്ചിയുടെ കണ്ണിൽ പെട്ടൊരു സംഭവം കേട്ടോ. നമ്മൾ ഈ ചെവിട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കളിക്കില്ലേ ഒരു ടോയ്, അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിന് ഇവിടുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്
അപ്പോഴേക്കും മറ്റുള്ള ചേച്ചിമാരൊക്കെ വന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ബേക്കറിയിൽ പോയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ എവിടെ പോയാലും ഞങ്ങൾക്കുള്ളൊരു സ്വഭാവമാണ് എല്ലാവരും കൂടി ഒത്തുകൂടിയ ഒരു ചായ കുടിക്കാന്നുള്ളത്. അപ്പോൾ ബേക്കറിയോട് ചേർന്നിട്ട് തന്നെ ഞങ്ങൾക്ക് കോഫി ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായക്ക് വേണ്ടി ഓർഡർ ഇട്ടു. പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ 1-2 നാത്തുമാരില്ല, ഒരാൾ ഓൺ ദ വേ ആണ്. അപ്പോൾ അയാൾ എത്തുമ്പോഴേക്കും ടൈം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാതിരുന്നതാണ്. പിന്നെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഒരു രസമാണ്. ഇതിലിപ്പോഴും 1-2 നാത്തുമാരൊക്കെ മിസ്സിങ് ആണ് കേട്ടോ. അവർ വരുന്നില്ല എന്ന് പറഞ്ഞ കാരണമാണ് അങ്ങനെ പഴംപൊരിയും സമോസയും ഒക്കെ വാങ്ങി ഞങ്ങൾ ചായയൊക്കെ കുടിക്കണം. ചേച്ചി അവിടെ പോസ്റ്റ് ഇട്ടത് തോന്നുന്നുണ്ട് വീഡിയോക്ക്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പാവം തിരക്കി കയറി തോന്നുന്നു. നമ്മുടെ ഈ വയറുകാല ചടങ്ങിന് പോകുമ്പോൾ വാങ്ങുന്ന കുറച്ച് ഫോർമലായിട്ടുള്ള പലഹാരങ്ങളില്ലേ, ബിസ്ക്കറ്റ്, അച്ചപ്പം, കൊഴലപ്പം, നസിപ്പഴം, അങ്ങനെ ഫ്രൂട്ട്സൊക്കെ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ എത്തി. കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് സൊറൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. മേമന്മാർ ഉണ്ടായിരുന്നു അവിടെ. വയറ് കാണാൻ വന്ന ആളത് ക്ഷീണിച്ചിരിക്കണം. പുറത്തിറങ്ങി കുറച്ച് നേരം മറ്റേ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ചെറിയ പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉളുന്ന് വെളി വന്ന് ചായ കുടിക്കാൻ. ഞങ്ങളിവിടെ വരുന്ന കാര്യം മേമയ്ക്ക് കുറച്ച് മുന്നേ അറിയായിരുന്നു. ആള് നല്ല ചപ്പാത്തിയും ചിക്കക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഹാളിൽ വട്ടളഞ്ഞിരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. മക്കളെയൊക്കെ ടേബിളിൽ ഇരുത്തിയിട്ട് കഴിപ്പിച്ചു. ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.